side scripting using PHP. Dear students, നമ്മൾ PHP യുടെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് കണ്ടിട്ടുള്ള പ്രോഗ്രാമാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ചാപ്റ്ററാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് പറഞ്ഞിരുന്നു യൂസിങ് ജാവാ സ്ക്രിപ്റ്റ്. ഇവിടെ PHP ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. ഇതിൽ ഇത്രയും പോർഷൻസ് നമ്മൾ കവർ ചെയ്യാണ്ട് അതിൽ ഫസ്റ്റ് പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഇതുവരെ സ്ട്രക്ചർ, ഫണ്ടമെന്റൽസ് ഓഫ് PHP, അതുപോലെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് സ്ട്രക്ചർ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ രണ്ടാമത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് മൊത്തമായിട്ട് ഒരു 6 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ അതിൽ 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, 6 മാർക്കിനൊക്കെ വലിയ ഒരു മാർക്കാണ്. ഈ ഒരു ചാപ്റ്ററിന് കംപ്ലീറ്റ് കോഡ് പഠിക്കേണ്ടി വരും, സോഴ്സ് കോഡ്, PHPന്റെ കോഡ്. കാരണം പ്രോഗ്രാം ഡയറക്റ്റ് ചോദിക്കാമെന്നല്ലെങ്കിൽ ഒരു കണ്ടന്റ് ചോദിക്കുമ്പോൾ തന്നെ ആ ഒരു ഡെഫിനിഷൻ എഴുതി വെക്കുക, അതിന്റെ താഴെ സിന്റാക്സ് എഴുതുക, അതിന് താഴെ ഒരു എക്സാമ്പിൾ എഴുതി വെക്കുക, നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു കണ്ടന്റ് നമ്മളൊരു കോഡ് ഓറിയന്റഡ്, സോഴ്സ് കോഡ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡ് പോർഷൻ നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത് ഓപ്പറേറ്റേഴ്സ് ഇൻ PHP എന്ന കണ്ടന്റാണ് പറയുന്നത്. ഓപ്പറേറ്റേഴ്സ് ഇൻ PHP, അത് നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് ഇൻ PHP നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ആണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, സെക്കൻഡ് വൺ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, തേർഡ് വൺ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ഫോർത്ത് വൺ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ്, ആൻഡ് ലാസ്റ്റ് വൺ കമ്പൈൻഡ് ഓപ്പറേറ്റേഴ്സ്. ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓരോന്നും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം, ഡീറ്റെയിൽ നോക്കാം. ഫസ്റ്റ് വൺ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. വേരിയബിൾ നെയിം മൈ വാർ, അല്ലെ, മൈ വേരിയബിൾ ഇതിന് ചുരുക്കിയാണ് മൈ വാർ എന്ന് പറഞ്ഞത്. ഡോളർ സിമ്പിൾ ഉണ്ട്, വേരിയബിൾ നെയിം പറയുമ്പോഴൊക്കെ ഡോളർ സിമ്പിൾ പറയാം. ഡോളർ മൈ വാർ ഇസ് ഈക്വൽ ടു 4. ഇതെന്താ യൂസ് ചെയ്യുന്നത്? വേരിയബിൾ മൈ വാർ ഈസ് അസൈൻഡ് എ വാല്യൂ 4. ഇത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് അസൈൻമെന്റ് ഓപ്പറേഷൻ വർക്ക് ചെയ്യുക. 4 എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഇവിടെ മൈ വേരിയബിൾ എന്നതിലേക്ക് അസൈൻ ചെയ്ത് കിട്ടും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് അസൈൻ ചെയ്യുക കേട്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് അസൈൻ ചെയ്യുക. നെക്സ്റ്റ് ഓക്കെ, ന്യൂ വേരിയബിൾ ഇസ് ഈക്വൽ ടു മൈ വാർ. ഇവിടെ എന്ത് സംഭവിച്ചത്? ന്യൂ വേരിയബിൾ ഈസ് അസൈൻഡ് എ വാല്യൂ ടു മൈ വാർ. ഈ റൈറ്റ് സൈഡിലുള്ള വേരിയബിൾ ആണ് ഇത്. ഇതാണ് പറയുന്നത്, ഈ വേരിയബിളിലെ വാല്യൂ എന്താണോ അത് എവിടെ അസൈൻ ചെയ്തു? ഇവിടെ ന്യൂ വേരിയബിൾക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഓൾറെഡി ഇത് 4 എന്ന വേരിയബിൾ ഉണ്ട് അല്ലേ? ഈ 4 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇവിടെ ഉണ്ടായിരുന്നു, മൈ വേരിയബിൾക്ക് അസൈൻ ചെയ്തിരുന്നതാണ്. അതാണ് ഇവിടെ ഉണ്ടാവും 4. അപ്പോൾ 4 ആർക്ക് കിട്ടി? ന്യൂ വേരിയബിൾ എന്ന് പറഞ്ഞ ഈ ഒരു വേരിയബിളിലോട്ട് എന്ത് കിട്ടി? 4 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്ത് കിട്ടി. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിയേ, പ്ലസ് ഓപ്പറേഷൻ നടത്താണ്, അഡീഷൻ. A+2, അതായത് 3 + 2 5, അഡീഷൻ ഓപ്പറേഷൻ. ദെൻ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ, 5 - 3 2, 6 * 5 30, 9 / 3. കാരണം എന്താ 3 വരാൻ കാരണം എന്താ? ഇൻഡിജർ ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് കൊടുത്താൽ അല്ലെങ്കിൽ ഡബിൾ ഫ്ലോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? 3.3 എന്ന കണ്ടന്റ് വരുള്ളൂ. ഇതൊരു മോഡുലസ് ഓപ്പറേറ്റർ എന്താണ്? റിമൈൻഡർ സ്റ്റോർ ചെയ്യുക. 10 / 3 ദെൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും? 1. റിമൈൻഡർ 1 കിട്ടുക. ആ റിമൈൻഡർ ആണ് സ്റ്റോർ ആവുക 1. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാ? 5 ഉണ്ട്. പ്ലസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലസ് ഓപ്പറേറ്റർ. ഓക്കെ, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഇതാണ്. ഈസ് ഈക്വൽ ടു, 2 ഓപ്ഷൻ ഈക്വൽ ടു പറഞ്ഞു. മറ്റേ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഒരു ഈക്വൽ ടു പറഞ്ഞു. 2 ഈക്വൽ ടു കൊടുത്താൽ മാത്രമേ എന്താണു? ഈസ് ഈക്വൽ ടു എന്നാണ് മീനിങ് വരുള്ളൂ. ഓക്കെ, ഡോളർ സിമ്പൽ എക്സ് ഈസ് ഈക്വൽ ടു വൈ. അപ്പൊ വൈന്റെ അകത്തുള്ള വാല്യൂ എക്സിന്റെ അകത്തുള്ള വാല്യൂ ഈക്വൽ ആണോ ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കിയേ, എക്സ് ഇസ് ഈക്വൽ 3, വൈ ഈക്വൽ ടു 5. 2 ഈക്വൽ ആണോ? അല്ലാതെ. അപ്പൊ ഔട്ട്പുട്ട് എന്താ കിട്ടുന്നത്? ഫാൾസ് ആണ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന്റെ ഔട്ട്പുട്ട് എപ്പോഴും ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഓക്കെ, അപ്പൊ ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഔട്ട്പുട്ട് കിട്ടുക. ഇവിടെ കേസ് നോക്കിയാൽ നോട്ട് ഈക്വൽ ടു, നോട്ട് ആൻഡ് എക്സ്ക്ലമേഷൻ മാർക്ക് ഈസ് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഡോളർ സിമ്പൽ എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണോ? എക്സും വൈയും ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ആണോ? അതെ അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ എന്താ കിട്ടി? ട്രൂ കിട്ടി. എക്സ് ലെസ് ദാൻ വൈ ആണോ? എക്സ് ലെസ് ദാൻ 3 ലെസ് ദാൻ 5 ആണോ? യെസ്. അപ്പൊ ഔട്ട്പുട്ട് എന്താണ്? അപ്പോഴും ട്രൂ ആണ് കിട്ടിയത്. ദെൻ ഗ്രേറ്റർ ദാൻ, എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ? അല്ല, തിരിച്ചാണ് അല്ലെ? എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ? അല്ല. അപ്പൊ എന്ത് കിട്ടി? ഫാൾസ് ഔട്ട്പുട്ട് കിട്ടി. ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണോ? ലെസ് ദാൻ ഓർ ആണല്ലേ? അപ്പൊ ലെസ് ദാൻ ആണ്. അപ്പൊ എന്ത് കിട്ടി? അത് ട്രൂ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ആണോ? അല്ല. സോ ഫാൾസ് വരും.
then relational operators is equal to, not equal to, less than, greater than, less than or equal to, greater than or equal to. Clear? Logical operators. Logical operators output എന്താ കിട്ടുക? True or false ആ കിട്ടുക കേട്ടോ. State. True or false. ഇതിൽ ഒന്നേല് വർക്ക് ചെയ്യും. നോക്കാം. And operator returns true if two or more relations expressions are true. And എന്ന് പറഞ്ഞ ഓപ്പറേഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ള കണ്ടന്റ് ട്രൂ ആയിരിക്കണം, റൈറ്റ് സൈഡിലുള്ള കണ്ടന്റ് ട്രൂ ആയിരിക്കണം. രണ്ടും ട്രൂ ആകുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് വരുള്ളൂ. അതാണ് കണ്ടീഷൻ. ഇവിടെ നോക്കിയേ, എ ഇസ് ഈക്വൽ ടു 7, ബി ഇസ് ഈക്വൽ ടു സി ഈക്വൽ ടു 9 ആണല്ലോ. സോ എ ഗ്രേറ്റർ ദാൻ ബി ആണോ? എ ഗ്രേറ്റർ ദാൻ ബി ആണ്. അപ്പൊ ഇത് ട്രൂ ആണ് അല്ലെ. ദെൻ എ ഗ്രേറ്റർ ദാൻ സി ആണോ? എ ഗ്രേറ്റർ ദാൻ സി അല്ല. അപ്പൊ ഇത് ഫാൾസ് ആയി. രണ്ടും ട്രൂ ആകുമ്പോഴേ ഔട്ട്പുട്ട് ട്രൂ വരുള്ളൂ. ബാക്കി എല്ലാ കേസും എന്താ ഫാൾസ് ആ വരുന്ന പറയുന്നത്. അപ്പൊ ഇവിടെ ട്രൂ ആണ്, ഇവിടെ ഫാൾസ് ആണ്. അപ്പൊ രണ്ടും ഒരുമിച്ച് വരുന്നാൽ മാത്രമേ ട്രൂ ആവുള്ളൂ. അപ്പൊ ഈ കേസ് എന്താണ്? ഫാൾസ് ആണ് ഔട്ട്പുട്ട് കിട്ടുക. ദെൻ ഇവിടെ പറയുന്നത് ആൻഡ് ഓപ്പറേഷന്റെ കണ്ടന്റ് ആണ്. ആൻഡ് ആണ് ഈ സിമ്പിൾ. ആൻഡ് സിമ്പിളി കൊടുത്ത് ചെയ്യാം. റിട്ടേൺസ് ട്രൂ ഇഫ് 2 or more റിലേഷൻ എക്സ്പ്രഷൻ ആർ ട്രൂ. രണ്ട് റിലേഷൻ എന്തായിരിക്കും ഇവിടെ കേസിൽ ട്രൂ ആയിരിക്കണം. ഇവിടെ നോക്കിയേ, എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണോ? ട്രൂ ആണ്. എ ഗ്രേറ്റർ ദാൻ സി ഫാൾസ് അല്ലേ. രണ്ടും ട്രൂ ആകുമ്പോഴേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഈ കേസ് എന്താ വരുന്നത്? അതും ഫാൾസ് ആയിട്ട് വരുന്നത്. ദെൻ ഓർ കേസ്. ഓർ എന്ന് പറഞ്ഞാൽ എന്താ കണ്ടീഷൻ വരുന്നത്? ഈ ഓർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി. ലെഫ്റ്റ് സൈഡിൽ ഒന്നെങ്കിൽ ട്രൂ ആണ്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ട്രൂ ആണ്. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ട്രൂ വന്നാൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും കിട്ടുക. ഈ ഓർ എന്നതിന്റെ സിമ്പിൾ ആണ് ഈ ഒരു സിമ്പിൾ. കണ്ടോ, രണ്ട് പേരെ എടുത്ത് ഓർ. ഇങ്ങനെ ഓറിന് എഴുതാം. ഇത് ഓറിന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ ഓറിന് എഴുതാം. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ ബി ആണോ? അതെ. അപ്പൊ തന്നെ ട്രൂ കിട്ടി. ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ട്രൂ ആണ്. ദെൻ ഫാൾസ് ആവുമ്പോൾ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഈ കേസ് ഒക്കെ എ ഗ്രേറ്റർ ദാൻ ബി ആണോ? അതെ. എ ഗ്രേറ്റർ ദാൻ സി? നോ. സോ ആ ഒരു കേസ് ഏതിൽ ഒന്ന് ട്രൂ ആയി കഴിഞ്ഞാൽ ഇവിടെ ട്രൂ കിട്ടും. അപ്പൊ രണ്ടിലും ട്രൂ വരും. നെക്സ്റ്റ് എക്സോർ. റിട്ടേൺ ട്രൂ ഇഫ് ഓൺലി വൺ ഓഫ് ടു എക്സ്പ്രഷൻ ഈസ് ട്രൂ. വൺ ഓഫ് ടു എക്സ്പ്രഷൻ, ഏതിൽ ഒരു എക്സ്പ്രഷൻ എന്തായാലും ട്രൂ വന്നാൽ മതി. ഇവിടെ നോക്കിയേ, എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണോ? ട്രൂ ആണ് അല്ലെ. ഇനി ഈ കേസ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആണ് കിട്ടുക. ദെൻ റിട്ടേൺ നോട്ട് എന്നാണ് കേസ്. നോട്ട് ആൻഡ് ഓർ നോട്ട് എക്സോർ. നോട്ടിന്റെ കേസ് നോക്കി, റിട്ടേൺസ് ട്രൂ ഇഫ് ആൻ എക്സ്പ്രഷൻ ഈസ് നോട്ട് ട്രൂ. ഇപ്പൊ ഫാൾസ് ആകുമ്പോൾ ട്രൂ ആകും, ട്രൂ ആകുമ്പോൾ ഫാൾസ് ആകും. അതാണ് കണ്ടീഷൻ. എ ഗ്രേറ്റർ ദാൻ ബി, ഇത് നോട്ട് ആണ് വെച്ചിട്ടുണ്ട്. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി എന്നാണ് കണ്ടീഷൻ നോക്കുക. എ ഗ്രേറ്റർ ദാൻ ബി അത് ട്രൂ ആണോ? എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഔട്ട്പുട്ട് കിട്ടും. അത് ഈസ് ഫാൾസ്. കണ്ടോ. ഇനി ഇവിടെ ഈ നോക്കിയ എ ഗ്രേറ്റർ ദാൻ സി എന്നാണ് കണ്ടന്റ് അവിടെ വന്ന് വിചാരിക്കുക. എ ഗ്രേറ്റർ ദാൻ സി നോട്ട് എ ഗ്രേറ്റർ ദാൻ സി എന്ന് പറഞ്ഞ കണ്ടീഷൻ. അപ്പൊ എ ഗ്രേറ്റർ ദാൻ സി എന്താണ് ഇവിടെ? അത് ഫാൾസ് ആണ്. അതിന്റെ നോട്ട് വേറെ എന്തായി? ട്രൂ ആണ് ഇവിടെ കിട്ടുക. ക്ലിയർ ആയോ? സോ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. നെക്സ്റ്റ് വൺ, സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ്. സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് അറിയാലോ, നമുക്ക് ജസ്റ്റ് കണ്ടന്റ് തന്നെ. There are two types of string operations, the concatenation operator and the concatenating assignment operator. രണ്ട് ഓപ്പറേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അത് ഈസ് കൺകാറ്റിനേഷൻ ഓപ്പറേഷൻ ഡോട്ട് ഓപ്പറേറ്റർ ആണെന്ന് പറയാം. ഡോട്ട്. വേറൊന്ന് കൺകാറ്റിനേറ്റിംഗ് അസൈൻമെന്റ് ഓപ്പറേറ്റർ, ദാറ്റ് ഇസ് ഡോട്ട് ഇസ് ഈക്വൽ ടു എന്ന ഓപ്പറേറ്റർ വെച്ചിട്ട് അതെങ്ങനെയും ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഓപ്പറേഷൻ സ്ട്രിംഗ് ഓപ്പറേഷൻ അവൈലബിൾ ആണ്. Concatenation operator joins the right and left string into single string. രണ്ട് സ്ട്രിംഗ് നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടന്റ് ആണ് concatenation operator, that is single dot operator. The concatenating assignment operator adds the argument that is placed on the right side of the equal operator. Equal ആണ് equal to an operator with the argument placed on the left side of the equal operator. ഈ ലെഫ്റ്റ് സൈഡിലോട്ട് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലെ കണ്ടന്റും റൈറ്റ് സൈഡിലെ കണ്ടന്റും ഈക്വൽ ടു ഓപ്പറേറ്റർ വെച്ചിട്ടാണ് രണ്ടും എന്ത് ചെയ്യുക? കൺകാറ്റിനേഷൻ ഓപ്പറേഷൻ വർക്ക് ചെയ്യിപ്പിക്കുക. എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ദ സ്ട്രിംഗ് 1 ഇവിടെ ഗുഡ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ കോട്ടിൽ ഗുഡ്. സ്ട്രിംഗ് 1. സ്ട്രിംഗ് 2 ഇവിടെ സ്പേസ് ഇട്ടതിന് ശേഷം മോർണിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ന്യൂ സ്ട്രിംഗ്, പുതിയ സ്ട്രിംഗ് കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രിംഗ് ഈസ് ഈക്വൽ ടു വേരിയബിൾ ആണ്. ഈസ് ഈക്വൽ ടു സ്ട്രിംഗ് 1 ഡോട്ട് സ്ട്രിംഗ് 2. അപ്പൊ എന്ത് കിട്ടി? ഗുഡ് മോർണിംഗ് എന്ന് പ്രിന്റ് ചെയ്യാനുള്ള ഒക്കെ കൊടുത്താണ് ഇവിടെ. ഗുഡ് മോർണിംഗ് പ്രിന്റ് ചെയ്യാനുള്ള കണ്ടന്റ് വന്നു. ഗുഡ് മോർണിംഗ് കൺകാറ്റിനേഷൻ ഓപ്പറേഷൻ. ഈ സെക്കൻഡ് ഓക്കെ, ഈ ഒരു കേസ് ഓക്കെ, സ്ട്രിംഗ് 1 ഡോട്ട്
is equal to string 2. ഇവിടെ ചെയ്തത് എന്താന്ന് വെച്ചാൽ കൺകാറ്റിനേഷൻ ഓപ്പറേഷൻ ഉണ്ട്, കൂടാതെ ഈക്വൽ ടു ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക, ഈ രണ്ട് സ്ട്രിങ്ങും തമ്മിൽ കൺകാറ്റിനേഷൻ ഓപ്പറേഷൻ നടത്തും. അതിനുശേഷം സ്ട്രിങ് 1ലാണ് അത് സ്റ്റോർ ചെയ്യുക. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് കേസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്ട്രിങ് 1 ഗുഡ് ആണ്, സ്ട്രിങ് 2 മോർണിംഗ് ആണ്. അപ്പൊ രണ്ടും ഒരുമിച്ച് എഴുതണമെങ്കിൽ ഗുഡ്, അതായത് സ്ട്രിങ് 1 ഡോട്ട് സ്ട്രിങ് 2. അപ്പൊ രണ്ടും ഒരുമിച്ച് എഴുതും, ഗുഡ് മോർണിംഗ് പ്രിന്റ് ചെയ്ത് കിട്ടും. സെക്കൻഡ് കേസ് നോക്കിയേ, ഇവിടെ സ്ട്രിങ് 1 ഡോട്ട് ഇസ് ഈക്വൽ ടു സ്ട്രിങ് 2. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ സ്ട്രിങ് 1 ഡോട്ട് സ്ട്രിങ് 2 എന്ന് പറഞ്ഞ രൂപം തന്നെ രണ്ടും ഒരുമിച്ച് എഴുതും. പക്ഷെ ഈ ഒരുമിച്ച് എഴുതിയ നേരത്തെ കേസിൽ ഇവിടെ ഒരു വേരിയബിൾക്ക് വേറൊരു വേരിയബിൾക്കാണ് സ്റ്റോർ ചെയ്ത് കിട്ടി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സ്റ്റോർ ചെയ്യുക. ഇവിടെ ഫസ്റ്റ് വേരിയബിൾ ഏതാണോ ഈ ഒരു വേരിയബിൾ, അതായത് ഇവിടെ ക്രിയേറ്റ് ചെയ്ത ലെഫ്റ്റ് സൈഡത്തെ വേരിയബിൾ ഈക്വൽ ടു ഡോട്ട് ഈക്വൽ ടു എന്ന ഈ ഒരു സിമ്പിളിന്റെ ലെഫ്റ്റ് സൈഡിൽ ഏതാണോ വേരിയബിൾ ഉള്ളത് ആ വേരിയബിളിലാണ് സ്റ്റോർ ചെയ്ത് കിട്ടുക. അതുകൊണ്ടാണ് ഇവിടെ എക്കോ കൊടുത്തപ്പോൾ എന്താ പ്രിന്റ് ചെയ്യിച്ചു നോക്കി, എക്കോ ഡോട്ട് സിമ്പിൾ സ്ട്രിങ് 1 എന്നാ കൊടുത്തത്. ആക്ച്വലി ആയി സ്ട്രിങ് 1 എന്താ ഉള്ളത്, ഗുഡ് ഉണ്ടായിരുന്നു അല്ലെ. സ്ട്രിങ് 1 വന്നപ്പോൾ എന്താ പ്രിന്റ് ചെയ്ത് വന്നത്, ഗുഡ് മോർണിംഗ് പ്രിന്റ് ചെയ്തു. കാരണം സ്ട്രിങ് 1നോട് കൂടെ സ്ട്രിങ് 2 കൺകാറ്റിനേഷൻ ഓപ്പറേഷൻ നടത്തി, കൂടാതെ അത് സ്റ്റോർ ചെയ്തത് എവിടെയാണ്, സ്ട്രിങ് 1 എന്നുള്ള വേരിയബിളിലാണ് സ്റ്റോർ ചെയ്തത്. ക്ലിയർ ആയോ? അതിനാണ് എന്ത് കൺകാറ്റിനേഷൻ അസൈൻമെന്റ് എന്ന് പറഞ്ഞത്. കൺകാറ്റിനേഷൻ കൂടെ നടത്തി, കൂടാതെ അസൈൻമെന്റ് കൂടെ നടത്തി. ശരിക്കും ഇത് എങ്ങനെയാ വരേണ്ടിയിരുന്നത്, ഡോളർ സിമ്പിൾ സ്ട്രിങ് 1 ഇസ് ഈക്വൽ ടു സ്ട്രിങ് 1 ഡോട്ട് സ്ട്രിങ് 2 അങ്ങനെയാണ് വരേണ്ടിയിരുന്നത് അല്ലെ. സ്ട്രിങ് 1 ഇസ് ഈക്വൽ ടു സ്ട്രിങ് 1 ഡോട്ട് സ്ട്രിങ് 2 അങ്ങനെയാണ് വരേണ്ടിയിരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് ചെറുതാക്കിയിട്ട് ഈ രൂപത്തിലാക്കി എഴുതിയിട്ടുള്ളത്. ക്ലിയർ? സോ കൺകാറ്റിനേഷൻ ഓപ്പറേഷനും അതുപോലെ കൺകാറ്റിനേഷൻ അസൈൻമെന്റ് ഓപ്പറേറ്റർ രണ്ടും എല്ലാം വരുന്നത് സ്ട്രിങ് ഓപ്പറേറ്ററിൽ വരുന്ന കണ്ടന്റ് ആണ്. ദെൻ കമ്പൈൻഡ് ഓപ്പറേറ്റർ, ഈ സ്ട്രിങ് ഓപ്പറേറ്ററിന്റെ കമ്പൈൻഡ് ഓപ്പറേറ്റർ ആണ് അവർ വരും. നമ്മൾ CPP ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പ്ലസ് ഇസ് ഈക്വൽ ടു, മൈനസ് ഇസ് ഈക്വൽ ടു, സ്റ്റാർ ഇസ് ഈക്വൽ ടു അല്ലെ. ഇവിടെ ഇവരെ എക്സ് പ്ലസ് ഇസ് ഈക്വൽ ടു 2. ഇത് ശരിക്കും എങ്ങനെയാണ് വരേണ്ടിയിരുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഡോളർ സിമ്പിൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 അങ്ങനെയാണ് വരേണ്ടത്. ഇതോ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 4 കണ്ടോ, ഇവിടെ എഴുതിയിട്ടതാ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 4, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്റ്റാർ 3. ഈ രൂപത്തിലുള്ള ഇംപ്ലിമെന്റ് ഈ സ്ട്രിങ് വരുമ്പോൾ നോക്കിയതാ ഈ ഒരു ഓപ്പറേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. കൺകാറ്റിനേറ്റ് ഈക്വൽ ടു സ്ട്രിങ് 1 ഡോട്ട് ഇസ് ഈക്വൽ ടു ഹലോ. ദെൻ അതെങ്ങനെ വരേണ്ടത്, ശരിക്കും സ്ട്രിങ് 1 ഇസ് ഈക്വൽ ടു സ്ട്രിങ് 1 ഡോട്ട് ഹലോ ഇങ്ങനെയാണ് വരേണ്ടിയിരുന്നത്. അത് നമ്മൾ ഇങ്ങനെ എഴുതി ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ട്. കിട്ടിയോ? കമ്പൈൻഡ് ഓപ്പറേറ്റർ അല്ലെ. എത്ര ഓപ്പറേറ്റർ ആയിപ്പോ ലാസ്റ്റ് വരുന്ന ഓപ്പറേറ്റർ ആണ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞ കണ്ടന്റ്, മൈനസ് മൈനസ് എന്ന കണ്ടന്റ്, ഇതാണ് പ്ലസ് പ്ലസും മൈനസ് മൈനസും, ഇൻക്രിമെന്റ് ഡിക്രിമെന്റ്. ഇത് പോസ്റ്റ് ഇൻക്രിമെന്റ് ഉണ്ട്, പ്രീ ഇൻക്രിമെന്റ് ഉണ്ട്. അതുപോലെ ഈ പോസ്റ്റ് ഇൻക്രിമെന്റ് എന്നാണ് ഈ ഒരു കണ്ടന്റ്, പോസ്റ്റ് ഇൻക്രിമെന്റ് പോസ്റ്റ് ഡിക്രിമെന്റ്, പ്രീ ഇൻക്രിമെന്റ് പ്രീ ഡിക്രിമെന്റ്. ഓക്കെ, രണ്ട് ഓപ്ഷൻ ഉണ്ട്. നോക്കാം. എക്സിന്റെ വാല്യൂ 2 ആണ് ഇവിടെ, എക്സ് ഇസ് ഈക്വൽ ടു 2. എക്കോ പ്ലസ് പ്ലസ് എക്സ് കൊടുത്തു. അപ്പൊ ആദ്യമാണ് പ്ലസ് പ്ലസ് കണ്ടല്ലേ, പ്ലസ് പ്ലസ് എക്സ്. അപ്പൊ പ്ലസ് പ്ലസ് നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്ന് ഇൻക്രിമെന്റ് ആവും. അപ്പൊ 2 എന്തായി 3 ആയി. അതിനുശേഷം ഈ എക്സ് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ 3 ആയി, 3 പ്രിന്റ് ചെയ്ത് കിട്ടും. നെക്സ്റ്റ് കേസ് ഓക്കെ, എക്കോ മൈനസ് മൈനസ് 1. എക്കോയുടെ വാല്യൂ എക്സിന്റെ വാല്യൂ ഇപ്പൊ 3 ആണ്, 2 ആണ് അല്ലെ, എക്സിന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ മൈനസ് മൈനസ് എന്ന് കണ്ടാൽ 2ൽ നിന്നാണ് ഇത് കുറയ്ക്കുന്നത്. ആദ്യം എക്സിന്റെ വാല്യൂ കുറയ്ക്കുക, കുറച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് പിന്നെയാണ് എക്സ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞത്. ഈ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ വരുന്നത്. അപ്പൊ ആദ്യം മൈനസ് മൈനസ് വരുന്നത് അത് കുറക്കും, ഒന്ന് മൈനസ് ചെയ്യും, അതിനുശേഷം ആ 1 ചെയ്യും, എക്സിന്റെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് ഇവിടെ നോക്കിയേ, എക്സ് പ്ലസ് പ്ലസ് എന്നാണ്. അപ്പൊ എക്സിന്റെ വാല്യൂ ഇപ്പൊ 2 ആണത്. എക്കോ എക്സ്, ആദ്യം എക്സ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എക്സ് ഇവിടെ പ്രിന്റ് ചെയ്തു, പിന്നെ അത് ഇൻക്രിമെന്റ് നടത്തി. അപ്പൊ 3 ആയി. പക്ഷെ 3 ആയത് ഇവിടെ കാണാൻ പറ്റില്ല, കാരണം ആദ്യമാണ് എന്ത് ചെയ്യുന്നത്, പ്രിന്റ് ചെയ്യുന്നത് ആദ്യമാണ്, അതിനുശേഷം ഇൻക്രിമെന്റ് ഓപ്പറേഷൻ നടത്തുന്നത്. ഇനി ഈ എക്കോന് താഴെ വേറൊരു എക്കോ കൊടുത്ത് എക്സ് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക് എന്തായിരിക്കും, അത് ഇൻക്രിമെന്റ് ആയിട്ടുണ്ടാവും. എക്കോ എക്സ് പ്ലസ് പ്ലസ് എന്ന് കൊടുത്തതിന് ശേഷം താഴെ വീണ്ടും ഒരു എക്കോ കൊടുത്തിട്ട് ഒരു എക്സ് മാത്രം കൊടുത്തു, ഡോളർ സിമ്പിൾ എക്സ്. ഡോളർ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിന്റ് ചെയ്യുമ്പോൾ എന്താവും, 3 ആയിട്ടുണ്ടാവും. ഇവിടെ 3 ആയിരിക്കാൻ കാരണം മനസ്സിലാക്കുക, ആദ്യമാണ് എക്സ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞത്, പിന്നെയാണ് അത് ഇൻക്രിമെന്റ് ചെയ്യാൻ പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെ എക്സിന്റെ വാല്യൂ 2 ആണ്, എക്സ് മൈനസ് മൈനസ് എന്നാ പറഞ്ഞത്. അപ്പൊ ആദ്യം എക്കോ എക്സ് എന്നാണ് ആദ്യം വരുന്നത്. സോ ഫസ്റ്റില് എന്ത് പ്രിന്റ് ചെയ്യും, എക്സ് പ്രിന്റ് ചെയ്യും. എക്സ് എന്താണ് 2 ആണ്. പിന്നെ അത് ഡിക്രിമെന്റ് ചെയ്യും, അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ ഒരു വാല്യൂ നമുക്ക് കിട്ടുക. സോ പ്രീ ഇൻക്രിമെന്റും പോസ്റ്റ് ഇൻക്രിമെന്റും, പ്രീ ഡിക്രിമെന്റും പോസ്റ്റ് ഡിക്രിമെന്റും. ക്ലിയർ ആയോ? എല്ലാ ഓപ്പറേറ്റേഴ്സും നമ്മളിവിടെ കഴിയും. ലാസ്റ്റ് വരുന്ന ഒരു എസ്കേപ്പ് സീക്വൻസ് എന്നൊരു ഭാഗം, ഇത് നോക്കി. എസ്കേപ്പ് ക്യാരക്ടർ നമ്മൾ പഠിച്ചില്ല CPP യിൽ, അതേ കണ്ടന്റ് എവിടെയാണ്, സ്ലാഷ് ഡബിൾ കോഡ്സ്.
അപ്പോൾ ഡബിൾ കോട്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി? സ്ലാഷ് കൊടുത്തിട്ട് ഇത് ബാക്ക്വേർഡ് സ്ലാഷ് ദെൻ ഡബിൾ കോട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നുണ്ടോ? ഹലോ എന്നുള്ള വേർഡ് ബൈ ഡിഫോൾട്ട് നമ്മൾ ഹലോ എന്നുള്ള വേർഡ് എങ്ങനെ കൊടുക്കുക? ഈ ഡബിൾ കോട്സ് ഉണ്ട്, ഇതാണ് ഫസ്റ്റ് കൊടുത്ത ഡബിൾ കോട്സ്, ലാസ്റ്റ് ഡബിൾ കോട്സ്, ഈ രണ്ട് കോഡ്സ് നമ്മൾ ഉള്ളൂ ഡബിൾ കോഡ്സ് ഹലോ പ്രിന്റ് ചെയ്യാൻ. ഇനി അത് കൂടാതെ ഹലോ പ്രിന്റ് ചെയ്യുമ്പോൾ ഡബിൾ കോഡ്സ് വരണമെന്നുണ്ടെങ്കിൽ സ്ലാഷ് ബാക്ക് സ്ലാഷ് ഡബിൾ കോഡ്സ് കൊടുക്കുക ഇവിടെ. അപ്പൊ ഈ ഒരു ഭാഗത്ത് സ്ലാഷ് വരും. ഈ ഒരു ഭാഗത്ത് ഡബിൾ കോഡ്സ് ഇട്ടുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ ഹലോ കഴിഞ്ഞ ശേഷം ബാക്ക്വേർഡ് സ്ലാഷ് ഡബിൾ കോഡ്സ് കൊടുക്കുക. ക്ലിയർ ആയോ? സിംഗിൾ കോട്ട് വരുന്ന സെയിം കണ്ടന്റ് തന്നെ ഉണ്ടോ? ഇവിടെ നോക്കിയാൽ സിംഗിൾ കോട്ട് വരുന്ന രാജൂസ് ഇതിന് ഇവിടെ ഈ മുകളിൽ സിംഗിൾ കോട്ട് കൊടുക്കണ്ടേ? അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? രാജു എഴുതിയതിനു ശേഷം ബാക്ക്വേർഡ് സ്ലാഷ് ഒരു സിംഗിൾ കോട്ട് കൊടുത്തു. അപ്പൊ അത് അതുപോലെ പ്രിന്റ് ചെയ്തു. ഇതാണ് എസ്കേപ്പ് സീക്വൻസ്, എസ്കേപ്പ് ക്യാരക്ടർ എന്ന് പറഞ്ഞു. സ്ലാഷ് ന്യൂ ലൈനിൽ പ്രിന്റ് ചെയ്യണ്ടേ? അതിന് പറ്റും ന്യൂ ലൈൻ, പുതിയ ലൈനിൽ പ്രിന്റ് ചെയ്യാൻ വേണം സ്ലാഷ് n കൊടുത്താൽ മതി. എക്കോ രാജു സ്ലാഷ് n ഹരി. ഇപ്പൊ രാജു എന്ന് പ്രിന്റ് ചെയ്തു, ഹരിന് നെക്സ്റ്റ് ലൈനിലാണ് പ്രിന്റ് ചെയ്തത്, ന്യൂ ലൈനാണ് പ്രിന്റ് ചെയ്തത് ഹരി. കാരണം എന്താണ്? ഇവിടെ ഒരു എസ്കേപ്പ് ക്യാരക്ടർ കൊടുത്തു സ്ലാഷ് n. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പ്രിന്റ് സ്ലാഷ് ടി, ടാബ് പ്രിന്റ് ചെയ്യാം. ടാബ് എന്ന് പറഞ്ഞാൽ 5 സ്പേസസ് ആണ് ഒരു ടാബ് എന്ന് പറഞ്ഞാൽ. സ്പേസ് ബാറിൽ 5 തവണ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 5 സ്പേസസ് കിട്ടും. ആ 5 സ്പേസസ് കിട്ടുന്നതിന് പകരം ഒരു തവണ ടാബ് പ്രസ് ചെയ്താൽ മതി. സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എക്കോ രാജു സ്ലാഷ് ടി ഹരി. രാജു കഴിഞ്ഞ ശേഷം 5 സ്പേസിന്റെ ഗ്യാപ്പ് വന്നു, എന്നിട്ടാണ് ഹരി പ്രിന്റ് ചെയ്തത്. ക്ലിയർ ആയോ? സ്ലാഷ് ആർ, അത് ഈസ് പ്രിന്റ് കാരേജ് റിട്ടേൺ. കാരേജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്റർ കീ പ്രസ് ചെയ്യാൻ നമ്മൾ കാരേജ് റിട്ടേൺ എന്ന് പറയാം. എന്റർ കീ അല്ലെ, ടൈപ്പ് ചെയ്തിങ്ങനെ കൊണ്ടിട്ട് ഒരു എന്റർ അടിച്ച് കഴിഞ്ഞാൽ താഴെ ലൈനിൽ എക്സിക്യൂട്ട് ചെയ്യാൻ അവിടെ ടൈപ്പ് ചെയ്യേണ്ടി വന്ന് നോക്കും. അതുകൊണ്ട് അത് ബ്ലാങ്ക് കാണിട്ട് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് എന്റർ അടിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും അതുപോലെ സ്ലാഷ് ആർ കൊടുത്താൽ മതി. ദെൻ പ്രിന്റ് ഡോളർ സിമ്പിൾ. ഡോളർ സിമ്പിൾ എന്ന് പറഞ്ഞ സൈൻ അവിടെ വരാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്ത്? ഈ ഇത് കൊടുത്ത് ഡോളർ സിമ്പിൾ എന്നുള്ള സ്ലാഷ് ഡോളർ സിമ്പിൾ. ഇവിടെ എക്കോ ഡബിൾ കോഡ്സിൽ 50 സ്ലാഷ് ഡോളർ സിമ്പിൾ. അപ്പോൾ ഔട്ട്പുട്ട് ആയിട്ട് വന്നപ്പോൾ ഈ 15 സ്ട്രിംഗ് ആണ്, അതുപോലെ വന്നു. പിന്നെ വരേണ്ട ഡോളർ സിമ്പിൾ പ്രിന്റ് ചെയ്ത് വരണം, അതിനാണ് കൊടുത്തുള്ളത്. ലാസ്റ്റ് വൺ പ്രിന്റ് ബാക്ക് സ്ലാഷ്. അപ്പൊ ഇതൊരു ബ്ലാക്ക് സ്ലാഷ് ആണ്, എല്ലാത്തിനും ഉണ്ട്. അത് പ്രിന്റ് ചെയ്ത് വരുന്നുണ്ടോ? ഇല്ല. ഒരു ബാക്ക് സ്ലാഷ് വരണമെങ്കിൽ എന്ത് വേണം? അപ്പൊ ഒരു ബാക്ക് സ്ലാഷ് കൂടെ കൊടുത്താൽ മതി. കണ്ടോ? എക്കോ സി കോളൻ ബാക്ക് സ്ലാഷ് വിൻഡോസ്. നമുക്കൊരു ഒരു ബാക്ക് സ്ലാഷ് മതി. ഇത് വരണമെങ്കിൽ എന്ത് വേണം? ഓൾറെഡി ഒരു ബാക്ക് സ്ലാഷ് കൊടുക്കുന്നത് കോമൺ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന ബാക്ക് സ്ലാഷ് ആയതുകൊണ്ട് ബാക്ക് സ്ലാഷും കൊടുത്തു. ക്ലിയർ ആയോ? ഇതാണ് എസ്കേപ്പ് സീക്വൻസസ് ഇൻ PHP. നെക്സ്റ്റ് കൺട്രോൾ സ്ട്രക്ചർ ഇൻ PHP. എന്തായിരിക്കും കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അറിയാലോ, സാധാരണ പഠിക്കാറുണ്ട് സ്ട്രക്ചേഴ്സ് അല്ലേ? ഓക്കെ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് സച്ച് ആസ് ഇഫ്, എൽസ് ആൻഡ് സ്വിച്ച്. ഇത് മൂന്നുമാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ്. അലൗ ടു പ്രോഗ്രാം ടു എക്സിക്യൂട്ട് ഡിഫറെന്റ് പീസസ് ഓഫ് കോഡ്. 2-3 ടൈപ്പിലുള്ള കോഡിലാക്കി മാറ്റിയതാൽ ഇത് യൂസ് ചെയ്യും. ഓർ നൺ അറ്റ് ആൾ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത രൂപത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഡിപ്പെൻസ് ഓൺ സം കണ്ടീഷൻ. ഒരു കണ്ടീഷൻ അനുസരിച്ചാണ് ആ കോഡ് വർക്ക് ചെയ്യുക. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ അതിന് എക്സിറ്റ് ആവും, അത് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കാം. ലൂപ്സ് സച്ച് ആസ് വൈൽ, ഡു വൈൽ ആൻഡ് ഫോർ. 3 ടൈപ്പ് ലൂപ്പും പറയുന്നുണ്ട്. വൈൽ, ഡു വൈൽ, ഫോർ. സപ്പോർട്ട് ദ റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഓഫ് പെർട്ടിക്കുലർ കോഡ്. റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ഒരേ കോഡിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്കൊരു ലൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ തവണ കോഡ് എഴുതിയാൽ മതി. ആ ഒരു കണ്ടന്റാണ് വൈൽ, ഡു വൈൽ, ഫോർ എന്ന സ്റ്റേറ്റ്മെന്റ്. നോക്കാം. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് കണ്ടീഷണൽ സ്ട്രക്ചറിലാണ് ലൂപ്പും അതുപോലെ ഫോർ, ഇഫ്, വൈൽ, ഡു വൈൽ, ദെൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് ഇഫ്, എൽസ് ഇഫ്, സ്വിച്ച്. അതുപോലെ നോക്കാം. ഫസ്റ്റ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, the if statement checks the truthfulness of expression and if the expression is true, evaluate the statement. ഇത്ര നോക്കി, എക്സ്പ്രഷൻ ട്രൂ ആണ് കണ്ടീഷനിൽ ആ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിലോ ആ സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ആവും. ആ ഒരു കണ്ടന്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ സിന്റാക്സ് പറയുന്നുണ്ട്, ഇഫ് ദ എക്സ്പ്രഷൻ, ഈ എക്സ്പ്രഷൻ ട്രൂ ആവുമ്പോൾ ഈ ബ്ലോക്കിലോട്ട് എൻട്രി ചെയ്യും. ഇഫിന്റെ ബ്ലോക്കാണ് ഇഫ് ബ്ലോക്ക്. കോഡ് ടു ബി എക്സിക്യൂട്ട് ഇഫ് ദ എക്സ്പ്രഷൻ ഇവാലുവേറ്റഡ് ടു ട്രൂ. ഈ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് വരും, ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ആവും. ഫാൾസ് ആണെങ്കിലോ കൺട്രോൾ നേരെ ഇവിടെ വന്ന് നോക്കും. പിന്നെ ഇതിന് താഴെ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ആവും. ഓക്കെ, എക്സാമ്പിൾ ഓക്കെ. PHP A is equal to 10, B is equal to 5 if A greater than B. അല്ലെ, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ.
എ ഗ്രേറ്റർ ദാൻ ബി ആണോ? അങ്ങനെ പറഞ്ഞോളൂ. ആണോ? എ ഈസ് ഗ്രേറ്റർ അല്ലേ? സോ എക്വൽ പ്രിന്റ് ചെയ്യും എ ഈസ് ബിഗർ ദാൻ ബി. അത് പ്രിന്റ് ചെയ്ത് കിട്ടും എ ഈസ് ബിഗർ ദാൻ ബി. അതിന്റെ ഔട്ട്പുട്ടാണ് ഈ സ്ക്രീൻ കൊടുത്തിട്ടുള്ളത്. സോ എ is equal to 10, b is equal to 5 if a greater than b. ചെക്ക് ചെയ്ത് നോക്കണം. എവിടെ നമ്മൾ വേരിയബിൾ കൊടുക്കുമ്പോഴും അവിടെയൊക്കെ ഡോളർ സിമ്പിൾ കൊടുക്കണം. ഡോളർ മസ്റ്റ് ആണ്. അപ്പൊ ഡോളർ സിമ്പിൾ കൊടുത്തതിന് ശേഷം ആർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എ ഈസ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടി. ഇത് ഫാൾസ് ആയിരുന്നെങ്കിലോ നമ്മൾ തിരിച്ചു കൊടുത്തു വയ്ക്കാം എ is equal to 5, b is equal to 10. അത് ട്രൂ ആകുമോ? ഇല്ല. അപ്പൊ ഒന്നും പ്രിന്റ് ചെയ്യില്ല. കാരണം ഈ ഒരു കോഡിന്റെ ഇഫ് സ്റ്റേറ്റ്മെന്റ് താഴെ വേറെ ഒന്നും നമ്മൾ എഴുതിയില്ല. അപ്പൊ വേറെ ഒന്നും എക്സിക്യൂട്ട് ആവില്ല. ജസ്റ്റ് എന്ത് ചെയ്യും, ഒരു ബ്ലാങ്ക് സ്ക്രീൻ നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആയതുകൊണ്ട് തന്നെ എ ഈസ് ബിഗർ ദാൻ ബി എന്നാണ് പ്രിന്റ് ചെയ്ത് വന്നത്. ക്ലിയർ? എൽസ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഡിഫൈൻ ആൻ ആൾട്ടർനേറ്റീവ് ബ്ലോക്ക് ഓഫ് കോഡ് അല്ലെ. ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ ആൾട്ടർനേറ്റീവ് കോഡ് ഓഫ് ബ്ലോക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, എൽസ് യൂസ് ചെയ്യുന്നത്. ഷുഡ് ബി എക്സിക്യൂട്ടഡ് ഇഫ് ദ എക്സ്പ്രഷൻ വി ആർ ടെസ്റ്റഡ് ഇവാലുവേറ്റഡ് ടു ഫാൾസ്. എക്സ്പ്രഷൻ ഫാൾസ് ആകുമ്പോൾ എന്ത് വർക്ക് ചെയ്യണം, എന്തിനും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ കോഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് കൊടുക്കും. ആ ഒരു കണ്ടീഷനെ പറഞ്ഞതാണ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതാണ് സിന്റാക്സ്. ഇഫ് എക്സ്പ്രഷൻ, ഈ എക്സ്പ്രഷൻ ട്രൂ ആകുമ്പോൾ ആ എക്സിക്യൂഷൻ ചെയ്യാനുള്ള കോഡ് ഇങ്ങോട്ട് വരും, ഈ ഇഫിന്റെ ബ്ലോക്കിൽ വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിലോ എൽസ് പാർട്ടിലോട്ട് പോകും. ഈ എൽസ് പാർട്ടിൽ എന്താണ് ഉണ്ടാവുക, അതിലായിരുന്നു നമ്മൾ കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോഡ് എക്സിക്യൂട്ട് ആവും. കണ്ടീഷൻ ബേസ്ഡ് ആണ്. Based on this condition, this expression, if statement will execute if block. If it is false, the expression is false, then else code will be executed. There are example. Okay, PHP a is equal to 10, b is equal to 65. In this case, if is equal to, if in the statement okay, a greater than b. If a is a greater than b ആണോ ചെക്ക് ചെയ്ത് നോക്കി. ട്രൂ അല്ലേ? ഫാൾസ് ആണ് അല്ലെ? എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള കണ്ടീഷൻ ഫാൾസ് ആണ്. അപ്പൊ എന്ത് വർക്ക് ചെയ്യും, എൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് വർക്ക് ചെയ്യുക. ഇഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവില്ല, കാരണം കണ്ടീഷൻ അതിൽ എക്സ്പ്രഷൻ ഫാൾസ് ആയതുകൊണ്ട് തന്നെ എൽസ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എക്കോ ബി ഈസ് ബിഗർ ദാൻ എ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്ന ഔട്ട്പുട്ട് ഉണ്ടോ, ബി ഈസ് ബിഗർ ദാൻ എ. ക്ലിയർ ആയോ? ദെൻ വേറെ എന്താണ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എൽസിന്റെ അകത്ത്, ഇഫിന്റെ അകത്ത് ഒരു എൽസ്, എൽസിനകത്ത് വീണ്ടും ഒരു ഇഫ് വരും. ഓക്കെ, ഇഫ് എക്സ്പ്രഷൻ ഇത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഫാൾസ് ആകുമ്പോൾ ഈ എൽസ് വർക്ക് ചെയ്യും. എൽസിനകത്ത് വീണ്ടും ഒരു ഇഫ് എക്സ്പ്രഷൻ, ഇത് ഫാൾസ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു എൽസ് ഇഫ് വർക്ക് ചെയ്യും. അത് ഫാൾസ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു എൽസ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷനാണ്. ഓക്കെ, ബിഗ്ഗസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, രണ്ട് നമ്പർ ഗ്രേറ്റർ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷൻ. രണ്ട് നമ്പർ തന്നിട്ട് അത് ഏതാണ് ലാർജസ്റ്റ് വാല്യൂ, അതിലൊരു പ്രോഗ്രാമാണ്. ഓക്കെ, എ is equal to 55, b is equal to 55, രണ്ടും 55 ആണ്. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കണം, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണോ, അല്ല അല്ലെ? ഇവിടെ നമ്മൾ പറയുന്നില്ല എ ഗ്രേറ്റർ ദാൻ ബി അല്ല, ഈക്വൽ ടു ആണ്, ഗ്രേറ്റർ ദാൻ അല്ല. ആ ഒരു കണ്ടീഷൻ ഫാൾസ് ആണ്. നമ്മൾ തൊട്ട് താഴോട്ട് വരും. എങ്ങനെയാ, എൽസ് ഇഫിൽ വരും. ഏതാ, എ ബി ഗ്രേറ്റർ ദാൻ എ ആണോ, തിരിച്ചു വെക്കിയത് നോക്കി, അതും അല്ല അല്ലെ? എ ഗ്രേറ്റർ ദാൻ ബിയും അല്ല, ബി ഗ്രേറ്റർ ദാൻ എയും അല്ല. അപ്പൊ ഈ രണ്ടും അല്ലാത്ത കേസ് വന്നാൽ എന്ത് ചെയ്യും, എ is equal to ബി ആയിരിക്കും. അപ്പൊ മൂന്നാമത്തെ കേസ് വർക്ക് ചെയ്യണം അല്ലെ? എ ഗ്രേറ്റർ ദാൻ ബി അല്ല, ബി ഗ്രേറ്റർ ദാൻ എയും അല്ല. അപ്പൊ എന്തായിരിക്കും എൽസ് പാർട്ടിൽ എക്കോ എ ആൻഡ് ബി ആർ ഈക്വൽ, രണ്ടും ഈക്വൽ ആണ് പ്രിന്റ് ചെയ്ത്. ക്ലിയർ ആയോ? 3 കണ്ടീഷൻ, ഇഫ്, എൽസ് ഇഫ്, ദെൻ ഇഫ് എൽസ്, 3 എണ്ണം. ഓക്കെ, ദെൻ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റും കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ഒരു കണ്ടന്റ് ആണ് ഇവിടെ. ദ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് സിമിലർ ടു സീരീസ് ഓഫ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ഓൺ സെയിം എക്സ്പ്രഷൻ. ഒരേ എക്സ്പ്രഷനിലുള്ള മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റിന്റെ സീരീസ് ആണ് എന്ത് പറയുന്നത്, ഈ സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ചിന് പകരം നമുക്ക് ഇഫ് എൽസ് കൊടുക്കാം. ഇഫ് എൽസ് ഇഫ്, എൽസ് ഇഫ്, എൽസ് ഇഫ്, എൽസ് ഇഫ് പറഞ്ഞ് താഴെ എത്ര സ്വിച്ച് കേസ് ഉണ്ടെങ്കിലും നമുക്ക് അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. Its syntax similar to working of exactly similar in C++. C++ പഠിച്ച അതേ രൂപത്തിലുള്ള കണ്ടന്റ് അവിടെ വരുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് PHP വരുന്നത്. One notable difference is that switch in PHP can accept string as case identifiers. Case identifier വെച്ചിട്ട് നമുക്കൊരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ് വെച്ചിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇത് വരുന്നുള്ളൂ. സിന്റാക്സ് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, സ്വിച്ച് എക്സ്പ്രഷൻ സെയിം സിന്റാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കേസ് റിസൾട്ട് 1, ഒരു എക്സ്പ്രഷൻ, ഒരു വാല്യൂ അത് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ബ്രേക്ക് കേസ് 2, ബ്രേക്ക് കേസ് 3, ബ്രേക്ക് എക്സെട്ര ലാസ്റ്റ് ഡീഫാൾട്ട് സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെയാണ് അതിന്റെ സിന്റാക്സ് വരുന്നത്. ഈ സ്വിച്ച് സിന്റാക്സ് എപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് കേട്ടോ, അത് ഓർത്ത് വെക്കണം. സ്വിച്ച് എക്സ്പ്രഷൻ, ദെൻ
ഇത് മസ്റ്റ് ആണ്. ഈ എക്സ്പ്രഷന്റെ കണ്ട് ഇവിടെ റീഡ് ചെയ്താൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ കേസ് എന്ന് കഴിഞ്ഞ ശേഷം ഒരു വാല്യൂ ഉണ്ടായിരിക്കും ഇവിടെ. കേസ് 1, കേസ് വാല്യൂസ് none. ഇവിടെ കോളൻ മസ്റ്റ് ആണ്. ഓരോ കേസ് കഴിയുമ്പോൾ കോളൻ മസ്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യണം. ദെൻ എല്ലാ കേസ് കഴിയുമ്പോഴും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ആണ്. ബ്രേക്ക് സെമികോളൻ കണ്ടോ, കേസ് 2 ബ്രേക്ക് സെമികോളൻ. ഓരോ കേസ് കഴിയുമ്പോഴും ബ്രേക്ക് മസ്റ്റ് ആണ്. അതിനുശേഷം ലാസ്റ്റ് വരുന്ന ഒരു ഓപ്ഷൻ ഡീഫാൾട്ട്. ഈ ഡീഫാൾട്ട് സ്റ്റേറ്റ്മെന്റ് സിൻടാക്സ് എഴുതുമ്പോൾ നിർബന്ധമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. പ്രോഗ്രാം ചെയ്യുമ്പോൾ നിർബന്ധമില്ല, പക്ഷെ പ്രോഗ്രാമല്ല സിൻടാക്സ് പറയുമ്പോൾ സിൻടാക്സ് ഡീഫാൾട്ട് ഉണ്ട്. ഈ ഡീഫാൾട്ട് എന്ന സ്റ്റേറ്റ്മെന്റ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് അകത്താണ്. എന്താ ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റിന് അകത്താണ് കൊടുത്തുള്ളത്, പുറത്തല്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് അതിന്റെ സ്വിച്ചിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. സ്വിച്ച് എക്സ്പ്രഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കേസ് 1, കേസ് 2, കേസ് 3 എക്സെട്ര. ഈ ഓരോ കേസ് കഴിയുമ്പോൾ എന്ത് വേണം, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ദെൻ ലാസ്റ്റ് ഡീഫാൾട്ട്. ഡീഫാൾട്ടിന് മുമ്പ് കേസ് ഇല്ല കേട്ടോ. കേസ് ഡീഫാൾട്ട് എന്ന് പറഞ്ഞ വേർഡ് അല്ല, ജസ്റ്റ് ഡീഫാൾട്ട് അത്രേ ഉള്ളൂ. ഇതൊക്കെ എക്സാമിന് കുട്ടികൾ ഇങ്ങനെ തെറ്റിക്കാറുണ്ട്, അതാണ് പറഞ്ഞു തരാൻ കാരണം. ദെൻ കോളൻ കൊടുത്ത ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സിൻടാക്സ്. ഇനി ഒരു എക്സാമ്പിൾ നോക്കി. പ്രിന്റ് എ നമ്പർ ഫ്രം 1 to 3 in words. 1 മുതൽ 3 വരെയുള്ള വേർഡ്സിൽ നമ്പർ എഴുതാം. ഓക്കെ, ആ നമ്പർ 1, 2, 3 ആണ് അതിന്റെ വേർഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ട്. PHP n is equal 3 കണ്ടോ, എന്നിന്റെ വാല്യൂ 3 ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. സ്വിച്ച് n, അപ്പൊ n-ന്റെ വാല്യൂ ഇവിടെ 3 കിട്ടിയിട്ടുണ്ട്. ചെക്ക് ചെയ്ത് കണ്ടീഷൻ ഇവിടെ വരുമ്പോൾ കേസ് 1 ആണോ, അല്ല. അപ്പൊ എക്കോ 1 പ്രിന്റ്, 1 ആണെങ്കിൽ 1 പ്രിന്റ്. എക്കോ ഇവിടെ 1 അല്ല, അപ്പൊ ബ്രേക്ക് കണ്ടു, തൊട്ട് ഇങ്ങോട്ട് പോകും. ഈ കേസ് പോയി. കേസിൽ എക്കോ കേസ് 2 ആണോ, 2 അല്ല, അപ്പൊ വീണ്ടും എന്ത് ചെയ്യും, കേസ് 3 പോകും. കേസ് 3 ആണോ, അതെ 3, ഈ വാല്യൂ 3 അല്ലേ. ഇവിടെ എൻ്റർ ചെയ്ത ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ്, ഇതും അതുപോലെ ഇവിടെയുള്ള ഈ ഒരു വാല്യൂ, ഇത് രണ്ടും ഒന്നിച്ചാക്കി നോക്കും. അതായത് ഇവിടെ ഈ 3 പറഞ്ഞ ഈ ഏരിയയിലുള്ള വാല്യൂ അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ്, ഇതും ഇതിന്റെ അകത്തുള്ളത്, ഇത് രണ്ടും സെയിം ആണോ ചെക്ക് ചെയ്യും. ആ കേസ് മാത്രം വർക്ക് ചെയ്യും. ഇപ്പൊ 3 ആണ് ഇവിടെ വാല്യൂ, അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ 1ഉം 2ഉം വർക്ക് ചെയ്യില്ല, മൂന്നാമത്തെ കേസാണ് വർക്ക് ചെയ്തത്. അപ്പൊ ഇവിടെ എന്താ വരിക, എക്കോ 3 എന്ന് പ്രിന്റ് ചെയ്യും. അപ്പൊ 3 പ്രിന്റ് ചെയ്തോളൂ. then ബ്രേക്ക് എക്സിക്യൂട്ടിന് പുറത്ത് പോയി. ഇനി മുകളിൽ കൊടുത്ത വാല്യൂ ഒന്നുമല്ല, 1ഉം 2ഉം 3 വരെ ഉള്ളു ഇവിടെ കേസ്. ഇവിടെ നമ്മൾ 5 കൊടുത്ത് വിചാരിക്കുക, ഈ ഒരു കേസും മാച്ച് ചെയ്യൂല. അപ്പൊ എന്ത് വർക്ക് ചെയ്യും, ഡീഫാൾട്ട് ആണ് അപ്പൊ വർക്ക് ചെയ്യുക. എന്റർ കറക്റ്റ് നമ്പർ എന്ന് പറഞ്ഞ മെസ്സേജ് പ്രിന്റ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാകും മുകളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത നമ്പർ വ്യത്യാസം മനസ്സിലാകും. അങ്ങനെയാണ് ഈ സ്വിച്ച് കേസ് എക്സിക്യൂട്ട് ചെയ്യുക. സെയിം നമ്മൾ CPP പഠിച്ച അതേ സെയിം കണ്ടന്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ലൂപ്സ് ഇൻ PHP. ലൂപ്സ് ഇൻ PHP എന്ന പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.